പാലക്കാട്ടെ കരിമ്പയിൽ 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. പോലീസ്, RTO, PWD, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നീ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അതേസമയം പനയംപാടം അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ തുറന്നു. സ്കൂളിൽ അനുശോചന യോഗം ചേരുകയാണ്. കരിമ്പ സ്കൂളിൽ നിന്ന് ഇക്ബാൽ ഇറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ, 4 കുട്ടികളെയാണ്, മിടുക്കരായിട്ടുള്ള 4 കുട്ടികളെയാണ് കരിമ്പ സ്കൂളിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളുടെ വേർപാടിൽ വേദനിച്ചു നിൽക്കുന്ന കുഞ്ഞുമക്കളെ നമുക്ക് കാണാം. സ്കൂൾ തുറക്കുമ്പോൾ വല്ലാതെ വിങ്ങുന്ന ഹൃദയത്തോടെ ആയിരിക്കുമല്ലോ അല്ലേ സ്കൂളിൽ കുഞ്ഞുങ്ങളും അധ്യാപകരും ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ടാവുക? ഇക്ബാൽ, അരുൺ, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ആയിഷയും ഹൃദയും നിതയും ഇർഫാനിയും എല്ലാം ഒരുമിച്ച് സ്കൂളിൽ നിന്നും കൈപിടിച്ച് പോയതാണ്. അപ്പോൾ സ്കൂളിലെ പുതുതായി നിർമ്മിച്ച ഈ ഓഡിറ്റോറിയത്തിൽ കാണാം അവരുടെ സഹപാഠികൾ, അവരുടെ അധ്യാപകർ എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. വ്യാഴാഴ്ച വൈകിട്ടുണ്ടായ ആ വാഹനാപകടത്തിൽ 4 മിടുക്കരായ വിദ്യാർത്ഥികളെയാണ് കരിമ്പ സ്കൂളിന് നഷ്ടമായത്. ഒരുപാട് പ്രതീക്ഷകളുമായി പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. കായിക മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ചിരുന്നു. ആയിഷയുടെ വീഡിയോ എല്ലാം നമ്മൾ കണ്ടിരുന്നു. മുമ്പ് കലോത്സവത്തിലെല്ലാം ഒപ്പന മണവാട്ടിയായി ആയിഷ നിറഞ്ഞു നിന്നിരുന്നു. ഈ മാസം 21-ന് കരിമ്പ ഹൈസ്കൂളിൻ്റെ 50ാം വാർഷികാഘോഷങ്ങൾ തുടക്കമാവുകയാണ്. ആ സമയത്ത് ഒപ്പന ഉൾപ്പെടെ അവതരിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ എല്ലാം നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ആ 50ാം വാർഷികാഘോഷം വലിയ വിപുലമായി നടത്താൻ തീരുമാനിച്ച സ്കൂളിൻ്റെ ഈ മുറ്റത്തേക്ക് കഴിഞ്ഞ ദിവസം എത്തിയത് ഈ 4 വിദ്യാർത്ഥികളുടെ ചേതനയേറ്റ ശരീരമായിരുന്നു. അവർക്ക് അനുശോചനം അർപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവരുടെ സഹപാഠികളും അധ്യാപകരും എല്ലാം ഈ പുതുതായി നിർമ്മിച്ചിട്ടുള്ള കരിമ്പ ഹൈസ്കൂളിലെ ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അനുശോചന യോഗം ഇവിടെ ആരംഭിക്കും. അധ്യാപകരും അതുപോലെ തന്നെ കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളും അവരുടെ സഹപാഠികളെല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു. ആയിഷയും ഹൃദയും നിതയും ഇർഫാനിയും എല്ലാം ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകളുടെയും പ്രിയപ്പെട്ടവരായിരുന്നു. വല്ലാത്ത ആ ഒരു വിയോഗത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും വല്ലാത്ത ഒരു നെഞ്ചുലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് വരാൻ തന്നെ മടി കാണിക്കുന്നുവെന്നാണ് അധ്യാപകരെ അറിയിച്ചിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാനുള്ള ഒരു തീരുമാനവും PTA-യും അധ്യാപകരും ചേർന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ 4 പിഞ്ചോമനകൾക്ക് അവരുടെ പ്രിയപ്പെട്ട വിദ്യാലയം അനുശോചനം രേഖപ്പെടുത്തും. അവരുടെ സഹപാഠികളെല്ലാം ഇപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തി ആ അനുശോചന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് സഹപാഠികളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇവരിൽ ഒരാൾ ആയിരുന്നു ഐഷ, റിദ, നിത, ഇർഷാന. ഇവരുടെയൊക്കെ കൂട്ടുകാരികളാണ്. എനിക്ക് തോന്നുന്നു അന്ന് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അജിന ഈ യോഗത്തിലുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാര്യം ആ കുഞ്ഞ് വല്ലാതെ വേദനിച്ചിരുന്നു. അത് കണ്ട് ഞെട്ടൽ, അതിൻ്റെ ഷോക്കിനെയും അജിനയ്ക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്.